കരിങ്കല്ല് വെച്ചുണ്ടാക്കിയത്. ഇന്ന് മൊത്തത്തിൽ അങ്ങ് കളർഫുൾ ആവാമെന്ന് വിചാരിച്ചു. പിങ്കും ബ്ലൂവും ഗ്രീനും എല്ലാം ആയിക്കോട്ടെന്ന് എന്തിനാ കുറയ്ക്കുന്നത്? എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കളർ കോംബോ ചൂസ് ചെയ്യുന്നത്. ഇത് എന്റെ മാത്രം സെലക്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് കുറ്റം കുറവുണ്ടെങ്കിലും അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കേട്ടോ. ഇന്ന് കളർഫുൾ ആയിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ അങ്ങ് സുന്ദരി ആയേക്കാം എന്ന് വിചാരിച്ച് മുഖത്തെ കാടും പള്ളയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ അപ്പയുടെ അമ്മയുടെയും ചിക്കുവിന്റെ അടുത്തേക്ക്. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല ഇവളെന്താ എന്നും അപ്പയുടെ അമ്മയുടെയും ചിക്കുവിന്റെ അടുത്തേക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. പിന്നെ കാടും പള്ളയൊക്കെ വെട്ടി തളച്ച മുഖോ, കാടും പള്ളയൊക്കെ വെട്ടി തെളിച്ച മുഖമായി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്പെഷ്യൽ. അമ്മ ഇന്ന് അവലോസുണ്ടാണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്. അമ്മേ എന്റെ പല്ലിൽ കടിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെന്താ കരിങ്കല്ല് വെച്ചുണ്ടാക്കിയത്? മുറിയ നേരത്തെ സോഫ്റ്റ് ആയിരുന്നു. സോഫ്റ്റ് അല്ലേ? Where did you get this pumpkin from? It grew in our backyard. ആക്ച്വലി നമ്മുടെ അവലോസുണ്ട നല്ല സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ പല്ലിൽ കമ്പി കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ ടീത്തിൽ കടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. പിന്നെ ഇതാ നമ്മുടെ ജിലേബിയുടെ അവസാനത്തെ പീസും അങ്ങനെ ഞാൻ വയറ്റിലാക്കിയിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജിലേബി. ഇവിടെ ജിലേബി കിട്ടുന്നതിന് ഭയങ്കര നെയ്യും ഭയങ്കര മധുരവും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്കത് അത്ര താല്പര്യമില്ലാത്ത. നാട്ടിൽ നിന്ന് കിട്ടുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ റോയിച്ചിനും വന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് റോയിച്ചിൻ്റെയും റോങ്കുട്ടൻ്റെയും മുടി വെട്ടാനാണ്. ഒരുപാട് നാളായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ റോങ്കുട്ടനോട് മുടി നീട്ടി വളർത്താൻ. അങ്ങനെ ഫൈനലി അവൻ സമ്മതിച്ചത് കൊണ്ട് സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് വെട്ടി ഒതുക്കിയുള്ളൂ കേട്ടോ. പിന്നെ ദാ റോയിച്ചിനും നന്നായിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി സുന്ദര കുട്ടപ്പനായിട്ട് ഷേവ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതാ ജോലിക്ക് പോകാൻ സമയമായി. അങ്ങനെ കരഞ്ഞു മെഴുകി അയ്യോ അമ്മയെ പോവല്ലേ അയ്യോ അമ്മയെ പോവല്ലേ എന്ന് പറഞ്ഞ് പിള്ളേർ അവിടെ നിൽക്കുമ്പോൾ പിള്ളേർക്ക് ഓരോ ഹഗ്ഗൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്റെ ജോലിക്ക് പോവാണ്. പോവാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, പോയല്ലേ പറ്റൂ. അപ്പോൾ ഇനി നിങ്ങളും പോയി നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്യൂ, ഞാനും എന്റെ ജോലിക്ക് പോട്ടെ. അപ്പോൾ ഇനി നാളെ കാണാമല്ലേ. ബൈ.